അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ കഥയുടെ രണ്ടാം ഭാഗം തുടങ്ങാണ്. രണ്ടാം ഭാഗമൊന്നുമില്ല. ജീവിച്ചു തീർത്ത കഷ്ടപ്പാടുകള് അത് എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത്ര കഷ്ടപ്പാടുകളുടെ ഒരു ഭാണ്ഡാരമുണ്ട്. അതിൽ ചിലതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് എല്ലാതും പറഞ്ഞ് അവസാനിപ്പിക്കാൻ വലിയ അത്രയ്ക്കും അനുഭവിച്ച് തീർത്തവരാണ് ഞങ്ങൾ. അപ്പോ എന്താന്ന് വെച്ചാല് എൻ്റെ മൂത്ത മോനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇവർക്കെന്ന് വെച്ചാല് ശാരീരികമായിട്ട് ഇവര് ഭയങ്കര വീക്കാണ്. കിടന്നിടത്തുനിന്ന് ജനിക്കുമ്പോ അങ്ങനെയല്ല കേട്ടോ. ഒരു 25% ഒക്കെ അവർക്ക് ഒന്ന് കൈ ഉയർത്താനും അതുപോലെ ഒന്ന് കാലനക്കാനൊക്കെ പറ്റണ നല്ല ഭംഗിയുള്ള പിള്ളേരാണ്. അപ്പൊ കുറച്ച് നാളുകൾ കഴിയുമ്പോ നമ്മളിങ്ങനെ ആയുർവേദം എല്ലാതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വർണങ്ങളും എല്ലാതും വിറ്റ് നമ്മളിങ്ങനെ മക്കളെ ചികിത്സിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മൂത്തോന്റെ കഥ അങ്ങനെ. അപ്പൊ അവന് ബുദ്ധിപരമായിട്ട് ഭയങ്കര ഏബിളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശാഭിമാനി പത്രത്തിലൊക്കെ അവന്റെ വാർത്ത വന്നിട്ടുണ്ട്. അത് നമ്മളൊന്നിനു വേണ്ടി ഇതായതല്ല കേട്ടോ. അവരെങ്ങനെയോ കടറിഞ്ഞു വന്ന് അവര് എടുത്താണ്. അവൻ ഭയങ്കര അവന് ഈ നമ്മുടെ ലോകത്തിലത്തെ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ ചരിത്രം അത് ഭയങ്കര അറിവാ. നമ്മൾ പഠിപ്പിച്ചിട്ടല്ല, TV കാണുന്നല്ലാതെ അവന് വേറെ ഒരു അറിവില്ല. പക്ഷെ എന്ത് ചോദിച്ചാലും ആരുടെ പേര് ചോദിച്ചാലും ഒക്കെ അറിയും. ഞങ്ങളത് അങ്ങനെയൊന്നും പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകളല്ലേ. അപ്പൊ നമ്മൾ അതിനൊന്നും പിന്നാലെ ഞങ്ങൾ പോയില്ല. അങ്ങനെ ആരും അറിഞ്ഞിട്ട് വന്നിട്ട് ചെയ്തതാണ് അത്. ബുദ്ധിജീവി എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു ഫീച്ചറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ എന്ന് പറഞ്ഞത് അവനേലും ബുദ്ധിയാ. അത്ര ബുദ്ധിയായിന്. പക്ഷെ ബാക്കി ഭാഗങ്ങളൊക്കെ വീക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പോരാതെ എൻ്റെ രണ്ടാമത്തെ മകന്റെ പേര് സവിൻ എന്നാണ് കേട്ടാ. എൻ്റെ പൊന്നു. അവന് നന്നായി വരയ്ക്കും. നന്നായി വരയ്ക്കും. കുറെ പെയിന്റ് ചെയ്യും. അപ്പൊ അതാണ് അവന്റെ ഒരു ഹോബി. ഈ പെയിന്റ് ചെയ്യാനായിട്ട് കയ്യൊന്നും അനങ്ങില്ല. അനങ്ങണ കൈ നമ്മളിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. അത് വെച്ചിട്ട് അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ടീപ്പോയിമ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതും. വളഞ്ഞിട്ട് ഇരിക്കുക. അവരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജീവിതമാണ്. അപ്പൊ എന്നും ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡെയിലി ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവർക്ക്. ഒന്നില്ലെങ്കിൽ ആയുർവേദം, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധം, അതുപോലെ ഹോമിയോ, അലോപ്പതിയിൽ മരുന്നില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇവർക്ക് വയ്യാണ്ടാവും. 2 ആഴ്ച ചെയ്താ 3-ാമത്തെ ആഴ്ച വയ്യാതെയായി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവും. പിന്നെ ICU ആണ്. അപ്പൊ അവിടുത്തെ ട്രീറ്റ്മെന്റുകള് റൂം എടുക്കാണ്ട് പറ്റില്ല. ഞങ്ങൾ ഫാമിലി മൊത്തമാണല്ലോ പോണെ. അപ്പൊ ഈ കൊച്ചു അതിന്റെ ഇടയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ചെറിയ മോൻ എന്ന് പറഞ്ഞാല് ഇവരുണ്ടായിരുന്ന കാലമായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ അനക്കം. പിന്നെ അവര് പോയോടുകൂടി വീട്ടിൽ അനക്കമില്ലാതെയായി. ശൂന്യത പോലെയായി ഞങ്ങക്ക്. അവര് ഞങ്ങൾക്കൊരു ഭാരമേ അല്ല. ഞങ്ങളുടെ ജീവിതത്തില് ഇങ്ങനെ അലിഞ്ഞു ചേർന്ന രണ്ടാൾക്കാരാണ്. ഒരാൾ പോയപ്പോ തന്നെ തളർന്നു. പിന്നെ ഇവനുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു. പിന്നെ ഭാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല കേട്ടോ. ഞാൻ ചിലപ്പോ ഒന്ന് നൈറ്റിലൊക്കെ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കും നാളെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കും. എന്നാലും പെട്ടെന്ന് ഇവരുടെ ഇതില് മുഴുകുമ്പോ നമ്മളൊന്നും അറിയില്ല. പിന്നെ ജോലി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോ അവരില്ലാണ്ടായപ്പോ പിന്നെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെയായിരുന്നു. അതിനിങ്ങനെ ഇരിക്കുമ്പോഴാണ് മോളുടെ കല്യാണം കഴിഞ്ഞ് അതിലൊരു കൊച്ചുണ്ടായി. അപ്പു വന്നു. പിന്നെ വീട്ടിലനക്കായി. അപ്പൊ അതൊക്കെ കുറേശ്ശെ അങ്ങനെ മറക്കല്ല. ആ വീട് പിന്നെ ഉണർന്നത് എങ്ങനെയാന്ന് പറയാം. അപ്പൊ ഞാൻ ജീവിതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ ഈ വക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മില് ഒരിഞ്ഞടിയാവും. രണ്ട് വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരെന്തായാലും ഇത് ഭാര്യയുടെ കുറ്റാണ്. ഭർത്താക്കന്മാർക്ക് ഒരിക്കലും കുറ്റം വരില്ലല്ലോ. പ്രസവിക്കുന്നത് ഭാര്യയാണല്ലോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ കുട്ടികള്. അത് അവർക്ക് ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാനും മടി ഉണ്ടായിട്ടില്ല പലപ്പോഴും. അപ്പൊ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഉള്ളതല്ല എന്ന് പറയും അവര്. പിന്നെ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമ്മയില്ല, അപ്പനൊന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അവർക്കിപ്പോ ഇത് കുട്ടികൾ എങ്ങനത്തെ ആയാലും അവർക്ക് കുഴപ്പമില്ല. നമ്മൾ നോക്കണ്ടല്ലോ. അപ്പൊ പിന്നെ അവർക്ക് അതിനെ കുറിച്ചുള്ള ചിന്തകളില്ല. അത് രണ്ടാളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുള്ളൂ. രണ്ടാങ്ങളമാരും അങ്ങനെയായിരുന്നു. അവർക്ക് അവരുടെ കാര്യം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ അതാണ് എൻ്റെ ജീവിതം. ഞാൻ എൻ്റെ അപ്പന്റെ വീടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അതൊന്ന് പറയേണ്ടത് കാര്യമുണ്ട്. അതുകൊണ്ട് പറയണം. അപ്പൊ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല.
ഞങ്ങളിങ്ങനെ വളർന്നു വരികയാണ്. അച്ഛന്മാരുടെ അമ്മാമ്മയുടെയും അപ്പാപ്പൻ പെട്ടെന്ന് ആദ്യം മരിച്ചുപോയി. അപ്പൊ ഞങ്ങള് എൻ്റെ അച്ഛൻ വീട് ആമ്പല്ലൂരാണ്. ആമ്പല്ലൂരായതുകൊണ്ട് അവിടെയുള്ള മിക്കവരും അളഗപ്പ മില്ലിലായിരിക്കും ജോലി. അളഗപ്പ മില്ലിൽ. അപ്പൊ എൻ്റെ അമ്മാമ്മയ്ക്കും അങ്ങനെ ജോലിയുണ്ട്, അച്ഛന്മാർക്കും ജോലിയുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോരാണ്. അവരുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ ചേട്ടൻ പറയുന്ന പോലെ എന്റെ ചേട്ടൻ അധ്വാനിച്ച അവരുടെ കുടുംബം നോക്കണം എന്ന് പറയുന്ന പോലെയല്ല. ഈ വല്യപ്പൻ എന്ന് പറഞ്ഞ ആള് കുടുംബമേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അപ്പനായിരുന്നു ഒരു പലചരക്ക് പീടികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കുടുംബം പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പാപ്പൻ പണിതിട്ട വീടാണത്. 10 സെന്റ് സ്ഥലം, ആ അരനാട്ടുകര സെന്ററിലാണ്. 10 സെന്റ് സ്ഥലവും ഒരു ഇരുനില കെട്ടിടമുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു പവൻ ഞാൻ കൊടുക്കട്ടെ എന്ന് ആള് ചിന്തിച്ചില്ല. ആ, അപ്പൊ ആള് ഞങ്ങൾക്ക് ഒരു ഓഹരി തന്നൂല്ല. ആള് ബാങ്കിലായിരുന്നു ജോലി. അപ്പൊ ബാങ്കില് പണ്ട് കാലത്ത് വലിയ ശമ്പളം ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ശമ്പളമൊക്കെ വന്നത്. അങ്ങേരും മാനേജറൊക്കെ ആയിട്ടാണ് പിരിഞ്ഞത്. അപ്പോ ഈ അതിന്റെ വഴികളൊക്കെ റൂട്ട് അറിയായിരുന്നു ആൾക്ക്, എങ്ങനെയാണ് ആളുടെ കയ്യിലാക്കണ്ടെന്നുള്ളത്. അങ്ങനെ അത് ആളുടെ കയ്യിലായി. അപ്പാപ്പന്റെ മുതലായിരുന്നു. അറിയോ, അതിന്റെ പിന്നാലെ പോകാനായിട്ട് നമുക്ക് ആളില്ല. ഈ ചേട്ടനും അറിയില്ല, അനിയൻ ചെറുതാണ്, പിന്നെ ഞാനാണ് ഉള്ളത്. അപ്പൊ അവര് രക്ഷപ്പെട്ടു. അങ്ങനെ ആ വീട് അവരുടെ കയ്യിലായി. അപ്പൊ അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയാ. അപ്പൊ ഓരോ കുടുംബങ്ങളുടെ കാര്യങ്ങൾ പറയാ ഞാൻ. ഇപ്പൊ എന്റെ മക്കള് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ കല്യാണം ഒരാൾ വിളിക്കാൻ വന്നാല് സണ്ണി വന്നോളോ എന്ന് പറയുള്ളൂ. ഞങ്ങളോട് വരാൻ പറയാറില്ലാരും. കാരണം ഇവരെയും കൊണ്ട് ഞാനും കൂടിയാണ് ചെന്നാലോന്ന് വെച്ചിട്ട്. അപ്പൊ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളായില്ലേ, ഈ കുട്ടികളെ എടുത്തിയാണ് ഇതേപോലെ കുട്ടികൾ ഇനി നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരില്ലേ. അപ്പൊ ഞങ്ങളെ വിളിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ ഒരു നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആ വേദനകൾ അറിയുള്ളൂ. കാരണം നമ്മള് എല്ലായിടത്തുനിന്നും അവഗണിക്കപ്പെടുക, അത് നമ്മൾ ചെയ്ത തെറ്റല്ലാണ്ട് നമ്മൾ അവഗണിക്കപ്പെടുക, അത് വല്ലാത്ത വേദനയാ. അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ കുട്ടികള് ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് നോക്കില്ല. അവർക്ക് ബുദ്ധിയുണ്ടോ, ബുദ്ധിയില്ല. അവര് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവർക്ക് നമ്മളുടെ കണ്ണ് കണ്ടാൽ തന്നെ തിരിച്ചറിയാവര് എങ്ങനത്തെ ആൾക്കാരാണ്. അത്രയ്ക്കും കീനാണ് അവര്. അപ്പോ അവരുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് ഇവരെ കാര്യം നോക്കണ്ട, ഇവരിപ്പോ ഇത്ര നാളുണ്ടാവുള്ളോ എന്ന് പറയണ അങ്ങനത്തെ ഒരു ഭാഷയുണ്ടല്ലോ, അതും നമ്മൾ കുറെ കേട്ടതാ. അപ്പൊ അത് കേൾക്കുമ്പോ നമ്മളാ സമയത്ത് കണ്ണ് കാണിച്ചാൽ പോലും അവര് അത് നിർത്തില്ല. കാരണം അവർക്കത് ശീലായി. അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറയണ ഒരു കാര്യമാണ്. ഒരു അസുഖമായി കിടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ കുട്ടി 15-ാമത്തെ വയസ്സിൽ, ഇപ്പൊ എൻ്റെ കുട്ടിക്ക് 15 വയസ്സുണ്ടെങ്കിൽ 5 വയസ്സിൽ ആ കുട്ടി മരിച്ചുപോയി. അപ്പൊ ഇനി ഇവനധികം നാളില്ല എന്നുള്ള പോലെയുള്ള സംസാരങ്ങൾ നമ്മൾ കുറയ്ക്കാന്ന് ഞാൻ പറയാ. അതൊക്കെ വല്ലാണ്ട് അവരുടെ അപ്പനമ്മേനെ വേദനിപ്പിക്കും. നമ്മളത് മനസ്സിലാക്കാതെയാണ്. നമുക്ക് തോന്നാം, നമ്മൾ വീട്ടിൽ പോയിട്ട് പറയാൻ വേണമെങ്കിൽ ആ കുട്ടിക്കൊന്നും ഇനി അധികം നാളില്ല എന്ന് തോന്നുന്നുണ്ട്, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുട്ടികളെ എന്നൊക്കെ. പക്ഷെ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളങ്ങനെ പറയരുത്. അപ്പൊ എൻ്റെ മക്കൾ ജീവിക്കാൻ വളരെ ആശയുള്ള മക്കളാണ്. കാരണം എൻ്റെ വീട്ടിൽ അവർക്ക് ഇഷ്ടം പോലെ സ്നേഹം കിട്ടുകയാണ്. പിന്നെ അവരുടെ ഭാവിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്, മരുന്ന് വരുന്നുണ്ട്. ഞാൻ ഈ ഫീൽഡാണല്ലോ, അപ്പൊ മരുന്ന് വരും, അപ്പൊ എൻ്റെ മക്കൾക്ക് അത് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇനിയും ജീവിതം ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അമ്മ പറയുമ്പോ അവർക്കുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഈ ഫീൽഡും കൂടി ആയതുകൊണ്ട് അവർക്കൊരു വിശ്വാസം. ഞാൻ പറയും, ഞാൻ ഡോക്ടറുണ്ട്, ന്യൂറോളജിസ്റ്റ് പറഞ്ഞു എന്നോട് ഇങ്ങനെ മരുന്ന് വരുന്നുണ്ട്, യസമ്മയുടെ മരുന്നൊക്കെ വരുന്നുണ്ട്. സംഭവം വരുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാന്നുള്ളൂ. മരുന്നൊക്കെ വന്നു, പലർക്കും കിട്ടി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മക്കൾക്ക് അതിനുള്ള യോഗം ഉണ്ടായില്ല. അപ്പം അതിന് ഭയങ്കര വിലയാണ് താനും, നമുക്ക് പറ്റൂല, ഗവൺമെന്റിനും താങ്ങില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മരുന്നാണ്. അപ്പൊ അത് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് കിട്ടും, അപ്പൊ നമ്മൾ അതങ്ങനെ രക്ഷപ്പെടാന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവര് ജീവിക്കാൻ വളരെ ആശയുള്ള മക്കളാണ്. അപ്പൊ അവരെ മുന്നിൽ വെച്ചിട്ട് നമ്മള് ഇനിയിപ്പോ ഇവര് കാര്യം ഇവർക്ക് ബുദ്ധിയില്ല എന്നാണ് അവർ വിചാരം. ഇവര് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അപ്പൊ ഞാൻ സങ്കടപ്പെടും അത് കഴിയുമ്പോ. ഞാൻ കരയുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ എൻ്റെ മക്കള് പറയും, മമ്മിക്ക് എന്താ, അവർക്ക് വിവരമില്ല, അവർക്കറിയോ നമുക്ക് മരുന്ന് വരുന്നുണ്ട്, നമ്മൾ രക്ഷപ്പെടാൻ പോവാന്നൊക്കെ അവർക്കറിയോ. അവര് പറഞ്ഞോട്ടെ, നമ്മളതൊന്നും നോക്കണ്ട, മമ്മി അതൊന്നും വിഷമിക്കണ്ട കേട്ടാ ഇത് പറയണ മക്കളാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അവര് മരിച്ചു, എന്നാലും ഞാൻ പറയണേ. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വീടാണെങ്കിൽ പരസ്പരം തല്ലൂട്ടവും വഴക്കും ഈ കുട്ടികളെ നോക്കാനുള്ള പോരും പൊരുമയൊക്കെ ഉണ്ടാവുമല്ലോ.
അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. കാരണം അവര് വിളിച്ച ഏറ്റവും ആദ്യം ഓടിച്ചെല്ലണമെന്ന് ഞാൻ എൻ്റെ മോളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവളോട് പറയും ഞാൻ, ചേട്ടനെ ഉണ്ണിയെ വിളിച്ച് അപ്പൊ ഓടണട്ടാ. അപ്പൊ ഞങ്ങക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളെന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും ചെല്ലണം എന്ന് പറയും. അവൾ ഓടിച്ചെല്ലും. അപ്പൊ അവളെന്നെ വെച്ച് കൊടുക്കും. ഒരു പ്രായം വരെയൊക്കെ അവളെന്നെ യൂറിനൊക്കെ എടുക്കുക. ഇങ്ങനെ യൂറിനൽ വെച്ച് യൂറിനെടുക്കുക. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, അവളും വലുതായി. അവനേലും 1 വയസ്സിന് താഴെയുള്ളൂ. അപ്പൊ വേണ്ടാന്ന് ഞാനാ പറഞ്ഞ, പിന്നെ വേണ്ട, ഞങ്ങളെടുത്തോളാം, നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ നമ്മളുടെ മക്കളെ കൊണ്ട് അത് പറഞ്ഞ് ശീലിപ്പിക്കണം എന്ന് ഞാൻ പറയാണ്. അങ്ങനെ ഞങ്ങളുടെ വീട് സ്വർഗ്ഗമായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് കാണുമ്പോ ഞങ്ങളുടെ വീടും ദുഃഖത്തിന്റെ ഒരു വീടാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. എല്ലാ സമയത്തും ടി വി വെക്കലും കളിയും ചിരിയും തമാശയും. ഇപ്പോഴാണ് നമുക്ക് പല ടെൻഷനുകളും, വയസ്സായി, പിന്നെ മാളെ കുറിച്ചുള്ള ടെൻഷനുകൾ, കുറെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അന്ന് എനിക്ക് പറയാ, ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ആഘോഷിച്ച ദിവസങ്ങളാണ്. മക്കളെ പ്രതി അവര് ഫുൾ ഹാപ്പിയാണ്. ഒരിക്കലും അവര് കരഞ്ഞ് ഞാൻ കാണില്ല. അവർക്കറിയില്ല, ഇനിയിപ്പോ വേദന എടുത്താൽ പോലും ചെറുപ്പത്തിലെ കരഞ്ഞെങ്ങനെയുള്ളൂ, വലുതാവുമ്പോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനായാലോ ഒന്നിനും കരയുകയോ അല്ലെങ്കിൽ ഒന്നുമില്ല, കൈ നീട്ടി തരും. ഞാൻ തന്നെ ചിലപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി വന്നാൽ ഞാൻ തന്നെ കൊടുക്കുക ഇഞ്ചക്ഷനൊക്കെ അവർ പറഞ്ഞതിനനുസരിച്ച്. അപ്പൊ ഞാനും തന്നെ കൈ കാനിലിട്ട് ഒക്കെ നമ്മുടെ കൈ നീട്ടി തന്ന് കരച്ചിലും പിടിച്ചിലും ഒന്നും ഇല്ലാത്ത എൻ്റെ പൊന്നു മക്കളായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയണത് എന്താ വെച്ചാല്, ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നിരാശയില്ലാണ്ട് പോകും. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നല്ലോ എന്ന് എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ തോന്നാതെ അവർക്ക് ജീവിക്കാൻ ആശയായിട്ട് തന്നെയാണ് അവർ ജീവിച്ചത്. അവർ ജീവിച്ച കാലം അത്രയും അത്രയും ഞങ്ങൾ അവരെ സ്നേഹിച്ചു, അവരെ വളർത്തി. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനിയും പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, സീ യു.